എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ 14-ാം ദിവസത്തെ പാരായണം. അധ്യാത്മരാമായണം അരണ്യകാന്ഡം ഷഷ്ഠ സർഗം. രാവണൻ മാരീച സവിധത്തിൽ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അരണ്യകാന്ഡം ഷഷ്ഠസർഗം. ശ്രീ മഹാദേവ ഉവാച വിചിന്യൈവം നിശായാം സ പ്രഭാതേ രഥമാസ്ഥിതഃ രാവണോ മനസാ കാര്യം ഏകം നിശ്ചിത്യ ബുദ്ധിമാൻ. മഹാദേവൻ പറഞ്ഞു, ബുദ്ധിമാനായ രാവണൻ രാവിലെ പുലരിയിൽ ഒരു കാര്യം മനസ്സാ തീർച്ചപ്പെടുത്തിയിട്ട് തേരിലേറി. യയൗ മാരീചസദനം പരം പാരമുദന്വത മാരീചസ്തത്ര മുനിവജ്ജടാബൽക്കലധാരകഃ ധ്യായൻ ഹൃദി പരാത്മാനം നിർഗുണം ഗുണഭാസകം സമാധിവിരമേ പശ്യത് രാവണം ഗൃഹമാഗതം ദ്രുതമുദ്ധായ ച ആലിംഗ്യ പൂജയിത്വാ യഥാവിധി കൃത്യാതിഥ്യം സുഖാസീനം മാരീചോ വാക്യമബ്രതീത്. അലയാഴിക്കക്കരയുള്ള മാരീച ഭവനത്തിലെത്തി രാവണൻ. മുനിയെപ്പോലെ ജടയും മരവുരിയും അണിഞ്ഞ മാരീചൻ അവിടെ ഗുണാതീതനും ഗുണപ്രകാശകനുമായ പരമാത്മാവിനെ ഉള്ളിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. സമാധി കഴിച്ചപ്പോൾ ഗൃഹത്തിലെത്തിയ രാവണനെയാണ് കണ്ടത്. പെട്ടെന്ന് എണീറ്റ് പുണർന്ന് യഥാവിധി പൂജിച്ചു. ആദിത്യം സ്വീകരിച്ച് സസുഖം ആസനസ്ഥനായ രാവണനോട് മാരീചൻ ചോദിച്ചു, സമാഗമനമേതത്തേ രഥേനൈകേന രാവണ ചിന്താപരൈവാഭാസി ഹൃദി കാര്യം വിചിന്തയൻ. അല്ലയോ രാവണ, ഇങ്ങനെ ഒറ്റ തേരിൽ എന്താണ് ഈ വരവ്? മനസ്സിലേതോ കാര്യം നനച്ച് വിഷമിക്കുന്നതായി തോന്നുന്നല്ലോ. ബ്രൂഹിമേ നഹി ഗോപ്യം ചേത് കരവാണി തവ പ്രിയം ന്യായം ചേത് ബ്രൂഹി രാജേന്ദ്ര വ്യജനം മാം സ്പൃശേന്നഹി. അത് രഹസ്യമല്ലെങ്കിൽ എന്നോട് പറയൂ. ന്യായമാണെങ്കിൽ വൃദ്ധനാണെങ്കിലും എന്നെ സ്പർശിക്കയില്ലെങ്കിൽ രാജേന്ദ്ര നിനക്ക് ഞാൻ പ്രിയത്തെ ചെയ്യാം. രാവണ ഉവാച അസ്തി രാജാ ദശരഥ സാകേതാധിപതി കില രാമനാമസുതസ്തസ്യ ജ്യേഷ്ഠ സത്യപരാക്രമഃ വിവാസയാമാസ സുദംബനം വനജനപ്രിയം ഭാര്യയാ സഹിതം ഭ്രാതാ ലക്ഷ്മണേന സമന്വിതം ന ആസ്തേ വിപിനെ ഘോരേ പഞ്ചവഡ്യാശ്രമേ ശുഭേ തസ്യ ഭാര്യ വിശാലാക്ഷി സീതാ ലോകവിമോഹിനീ. രാമോ നിരപരാധാന്മേ രാക്ഷസാൻ ഭീമവിക്രമാൻ ഖരം ജഹത്വാ വിപിനെ സുഖമാസ്തേ അതിനിർഭയ ഭഗിന്യാ ശൂർപ്പണഖായാ നിർദോഷായാശ്ച നാസികാം കർണൗ ചിച്ഛേദ ദുഷ്ടാത്മാ വനേ തിഷ്ഠതി നിർഭയ ആസസ്ത്വായ സഹായേന ഗത്വാ തത്പ്രാണവല്ലഭാം ആനയിഷ്യാമി വിപിനേ രഹിതേ രാഘവേണതാം ത്വം തുമായാ മൃഗോ ഭൂത്വാ ഹ്യാശ്രമാത് അപനേഷ്യസി
രാമം ച ലക്ഷ്മണം ചൈവ തഥാ സീതാം ഹരാമ്യഹം ത്വം തു താവൽ സഹായം മേ കൃത്വാസ്ത്യാസ്യസി പൂർവവത് ഇത്യേവം ഭാഷമാണാം തം രാവണം വീക്ഷ്യ വിസ്മിത. രാവണൻ പറഞ്ഞു, സാകേത അധിപനായി ദശരഥൻ എന്നൊരു രാജാവുണ്ടത്രേ. അയാളുടെ മൂത്ത മകനാണ് രാമൻ. സത്യപരാക്രമി എന്നാണ് അറിയുന്നത്. വനജനങ്ങൾക്ക് പ്രിയനായ അദ്ദേഹം ഭാര്യയോടും അനുജനായ ലക്ഷ്മണനോടുമൊപ്പം കാട്ടിൽ വന്നിരിക്കുകയാണ്. കൊടുങ്കാട്ടിൽ ശോഭനമായ പഞ്ചവടി ആശ്രമത്തിൽ വസിക്കുന്നുണ്ട്. അവൻ്റെ പത്നി സുന്ദരിയായ സീതയാണ്. നിരപരാധികളായ രാക്ഷസരെയും എൻ്റെ അനുജൻ ഖരനെയും വകവരുത്തിയായ രാമൻ തികച്ചും നിർഭയനായി കാട്ടിൽ വാഴുകയാണ്. നിർദോഷിയായ എൻ്റെ പെങ്ങൾ ശൂർപ്പണഖയുടെ മൂക്കും കാതും അരിഞ്ഞിട്ട് ആ നീചൻ കൂസലന്യെ വനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ രാമനില്ലാതിരിക്കെ നിന്റെ സഹായത്തോട് ചെന്ന് അവളെ, അവൻ്റെ പ്രാണപ്രേയസിയെ കൊണ്ടുവരാം. നീ മായാമൃഗമായി ചമഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും അവിടെ നിന്നും ആശ്രമത്തിൽ നിന്ന് അകറ്റി ആ തക്കത്തിന് ഞാൻ സീതയെ അപഹരിക്കാം. നീ അത്രമാത്രം എനിക്ക് സഹായം ചെയ്തിട്ട് പഴയതുപോലെ ആശ്രമത്തിൽ വന്ന് കഴിഞ്ഞോളൂ. ഇങ്ങനെ പറയുന്ന രാവണനെ നോക്കി ആശ്ചര്യപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു, ആരാണ് നിനക്ക് ഈ മൂലനാശം വരുത്തുന്ന ഈ വാക്കുപദേശിച്ചത്? അവൻ തന്നെ നിന്റെ യഥാർത്ഥ ശത്രുവും ബദ്ധ്യനും. അവൻ നിന്റെ നാശം പ്രതീക്ഷിക്കുന്നു. രാമസ്യ പൗരുഷം സ്മൃത്വാ ചിത്തമദ്യാഭിരാവണാം ബാലോപി മാം കൗശികസ്യ യജ്ഞസംരക്ഷണായ സ ആഗസ്തിഷുണൈകേന പാദയാമാസ സാഗരേ യോജനാനാം ശതം രാമസ്തദാതിപയവിഹ്വലാം സ്മൃത്വാ സ്മൃത്വാ തദേവാഹം രാമം പശ്യതി സർവതഃ. ഹേ രാവണ, രാമൻ്റെ പൗരുഷമോർത്ത് ഇന്നും എൻ്റെ ഉള്ള് കിടിലം കൊള്ളുകയാണ്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷണത്തിന് ബാല്യകാലത്ത് രാമൻ വന്നു. ഒറ്റ അമ്പ് കൊണ്ട് രാമൻ എന്നെ 100 യോജന അകലെ അലകടലിൽ താഴ്ത്തി. അന്ന് മുതൽ ഞാൻ പേടിച്ചരണ്ട് അത് തന്നെ ഓർത്ത് എമ്പാടും രാമനെ കാണുകയാണ്. ദണ്ഡകേപി പുനരപ്യഹംബനെ പൂർവവൈരമനുചിന്തയൻ യതി തീഷ്ണശൃംഗം മൃഗരൂപമേകദാ മാതൃശേർബഹുവിരാവൃതോഭ്യയാം രാഘവം ജനകജാസമണ്വിതം ലക്ഷ്മണേന സഹിതം ത്വരാണ്വിത ആഗതോഹമധ ഹതുമുദ്യതോ മാം വിലോക്യശരം ഏകം അക്ഷിപത്. മുൻവൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൂരിക്കൊമ്പന്മാനിൻ്റെ രൂപം പൂണ്ട് ദണ്ഡകവനത്തിൽ വെച്ച് സീതയോടും ലക്ഷ്മണനോടും വരുന്ന രാമനെ ഞാൻ കൊല്ലാൻ ഉദ്യമിച്ചു. അതിവേഗം മുന്നേറി എന്നെ നോക്കി രാമൻ ഒരമ്പെയ്തു. തേന വിദ്ധഹൃദയോഹമുദ്ഭ്രമൻ രാക്ഷസേന്ദ്ര പതിതോസ്മി സാഗരേ തത്പ്രവൃത്യഹമിതം സമാശ്രിത സ്ഥാനമൂർജിതമിതം ഭയാർദിത. അല്ലയോ രാക്ഷസരാജാവേ, അതേറ്റ് ഹൃദയം പിളർന്ന ഞാൻ ചുറ്റി പൊങ്ങിത്തിരിഞ്ഞ് കടലിൽ വീണുപോയി. അന്നു മുതൽ ഭയഭീതനായി ഒരഭയസ്ഥാനം ആശ്രയിച്ചു പോരുകയാണ്. രാമം യേവ സതതം വിഭാവയേ ബീദബീദൈവ ഭോഗരാശിതഃ രാജരത്നരമണീരഥാധികം ശ്രോത്രയോർയതിഗതം ഭയം ഭവേത്. ഭോഗരാശിയെ പേടിച്ച് നടുങ്ങിയവനെ പോലെ നിരന്തരം ഞാൻ രാമനെ തന്നെ വിചാരിക്കുകയാണ്. രാജാവ്, രത്നം, രമണി, രഥം എന്നിങ്ങനെ രാ കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾ കാതിൽപ്പെട്ടാൽ പോലും എനിക്ക് ഭയമാണ്. രാ എന്ന അക്ഷരം കേൾക്കുമ്പോൾ രാമനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രാമ ആഗത ഇത്യേതി ശങ്കയാ ബാഹ്യകാര്യമപി സർവമത്യജം നിദ്രയാ പരിവൃതോ യഥാ സ്വപേ രാമമേവ മനസാനുചിന്തയൻ
സ്വപ്നദൃഷ്ടിഗത രാഘവം തഥാ ബോധിതോ വിഗത നിദ്ര ആസ്ഥിതഃ തദ്ഭവാനപി വിമുച്യ ജാഗ്രഹം രാഘവം പ്രതി ഗൃഹം പ്രയാഹി ഭോ. രാമൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന ശങ്കയാൽ എല്ലാ ബാഹ്യകാര്യങ്ങളും ഞാൻ വിട്ട് രാമനെ തന്നെ മനസ്സിലോർത്ത് നിദ്രയാൽ ആവൃതനായി ഉറങ്ങുമ്പോഴും സ്വപ്ന നിദ്രയിൽപ്പെട്ട രാമനെ കണ്ട് ഉണർന്ന് ഉറക്കം വിട്ടിരുന്നു പോകുന്നു. അതിനാൽ അങ്ങും രാഘവന്റെ നേരെയുള്ള ദുരാഗ്രഹം വെടിഞ്ഞ് വീട്ടിലേക്ക് പോയാലും രക്ഷരാക്ഷസകുലം ചിരാഗതം തസ്മൃതൗ സകലമേവ നശ്യതി തപഹിതം വദതോ മമ ഭാഷിതം പരിഗൃഹാണ പരാത്മനി രാഘവേ ത്യജ വിരോധമതിം ഭജ ഭക്തിദ പരമകാരുണികോ രഘുനന്ദന അഹമശേഷമിദം മുനിവാക്യതോ ശൃണവമാദിയുഗേ പരമേശ്വരഃ. ബ്രഹ്മണാർത്ഥിത ഉവാച തം ഹരി കിം തവേപ്സിതമഹം കരവാണി തത് ബ്രഹ്മണോക്തമരവിന്ദലോചന ത്വം പ്രയാഹി ഭുവി മാനുഷം ബഭൂ. ദശരഥാത്മജ ഭാവം അഞ്ജസാ ജഹിരിപും ദശകന്ധരം ഹരേ. രാമനെ ദ്രോഹിക്കാൻ തുനിഞ്ഞാൽ എല്ലാം മുടിഞ്ഞത് തന്നെ. പരമാത്മാവായ രാമനിലുള്ള വൈരബുദ്ധി വെടിഞ്ഞ് ഭക്തിപൂർവ്വം രാമനെ ഭജിക്കുക. രാമൻ പരമദയാലുവാണ്. ഇതെല്ലാം ഞാൻ നാരദമുനിയുടെ വാക്കുകളിലൂടെ കേട്ടറിഞ്ഞതാണ്. ആദിയുഗത്തിൽ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട പരമേശ്വരനായ ഹരി അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, നിനക്കേതാണ് ആഗ്രഹം ഞാൻ ചെയ്യാം എന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, ചെന്താമരക്കണ്ണനായ ഹരേ, നീ ഭൂമിയിൽ മാനവദേഹം കൊണ്ട് ദശരഥന്റെ പുത്രഭാവം കൈക്കൊള്ളണം. ശത്രുവായ രാവണനെ വധിക്കുകയും വേണം. അതോ നമാനുഷോ രാമ സാക്ഷാൽ നാരായണോ വ്യയ മായാമാനുഷവേഷേണ വനം യാതോതി നിർഭയ ഭൂഭാരഹരണാർത്ഥായ ഗച്ഛതാദഗൃഹം സുഖം ശ്രുത്വാ മാരീചവചനം രാവണ പ്രത്യഭാഷത. രാമൻ വെറും മനുഷ്യനല്ല, നാശരഹിതനായ സാക്ഷാൽ നാരായണനാണ്. മായാമാനുഷ വേഷത്തോടെ ഭൂഭാരം തീർക്കാൻ തികച്ചും നിർഭയനായി വനത്തിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞെ, നീ സുഖമായി വീട്ടിൽ പോകൂ. മാരീച വചനം കേട്ട് രാവണൻ മറുപടി പറഞ്ഞു, പരമാത്മായദാരാമ പ്രാർത്ഥിതോ ബ്രഹ്മണാഖില മാം ഹന്തും മാനുഷോ ഭൂത്വാ യജ്ഞാദിഹ സമാഹത കരിഷ്യത്യജിരാദേവ സത്യസങ്കൽപ്പ ഈശ്വരഃ അദോഹം യജ്ഞദ സീതാം അന്യേഷാം ഏവ രാഘവാത് പദേ പ്രാപ്തേ രണേ വീര പ്രാപ്സ്യാമി പരമം പദം യദ്വാരാമം രണേ ഹത്വാ സീതാം പ്രാപ്സ്യാമി നിർഭയ തത് ഉത്തിഷ്ഠ മഹാഭാഗ വിചിത്രമൃഗരൂപദൃക് രാമം സലക്ഷ്മണം ശീഘ്രം ആശ്രമാത് അതിദൂരതഃ. പരമാത്മാവായ രാമൻ മനുഷ്യനായി ജനിച്ച് എന്നെ കൊല്ലണമെന്ന് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കയാൽ പണിപ്പെട്ടും ഇവിടെ വന്ന താമസം വിന അത് അദ്ദേഹം ചെയ്യും. ഈശ്വരൻ സത്യസങ്കല്പനാണല്ലോ. അതിനാൽ ഞാൻ യജ്ഞപൂർവം സീതയെ രാമനിൽ നിന്ന് അപഹരിക്കുന്നതാണ് തീർച്ച. അല്ലയോ ധീര, പോരിൽ മൃതിയടഞ്ഞാൽ ഞാൻ മോക്ഷം നേടും. അല്ലാത്ത പക്ഷം രാമനെ രണത്തിൽ കൊന്ന് നിർഭയം സീതയെ സ്വീകരിക്കും. അതുകൊണ്ട് വിചിത്രമായ മാനിൻ്റെ രൂപം പൂണ്ട് ലക്ഷ്മണനോടൊപ്പം രാമനെ ആശ്രമത്തിൽ നിന്നും അതിദൂരത്തേക്ക് കൊണ്ടുപോകൂ. ആക്രമ്യ ഗച്ഛത്വം ശീഘ്രം സുഖം തിഷ്ഠ യഥാ പുരാ അദപരം ചേത് യത്കിഞ്ചിത് ഭാഷസേ മദ്വിഭീഷണം ഹനിഷ്യാമ്യസ്നാനേന ത്വാം അത്രൈവ ന സംശയഃ മരീചസ്തദ്വചശ്രുത്വാ സ്വാത്മന്യേവാന്വചിന്തയത്. എന്നെ മറുത്ത്
എന്തെങ്കിലും ഉരിയാടിയാൽ ഈ വാളുകൊണ്ട് നിന്നെ ഇവിടെ തന്നെ വെട്ടി നിർക്കും, സംശയമില്ല. രാവണന്റെ വാക്കുകൾ കേട്ട് മാരീചൻ ഉള്ളിൽ വീണ്ടും ചിന്തിച്ചു. യതിമാം രാഘവോ ഹന്യാത് തദാ മുക്തോ ഭവാർണവാത് മാം ഹന്യാദ്യതി ചേത് ദുഷ്ട തദാ മേ നിരയോ ധ്രുവം ഇതി നിശ്ചിത്യ മരണം രാമാദുത്ഥായ വേഗതഃ അബ്രവീത് രാവണം രാജൻ കരോമ്യാജ്ഞാം തവ പ്രഭോ ഇത്യുക്ത്വാ രഥമാസ്ഥായ ഗതോ രാമാശ്രമം പ്രതി ശുദ്ധജാംബൂദന പ്രഖ്യോ മൃഗോഭൂദ്രൂപ്യ ബിന്ദുകഃ. രാമൻ എന്നെ കൊന്നാൽ ഈ സംസാരസാഗരത്തിൽ നിന്ന് മുക്തനാകും ഞാൻ. ഈ ദുഷ്ടൻ എന്നെ കൊന്നാലോ എനിക്ക് നരകമാണ് തീർച്ച. അങ്ങനെ രാമനിൽ നിന്ന് മരണം തീർച്ചയാക്കിക്കൊണ്ട് വേഗമെണീറ്റ് രാവണനോട് പറഞ്ഞു, പ്രഭു രാജാവേ, അവിടുത്തെ കൽപ്പന ഞാൻ നിറവേറ്റാം. അങ്ങനെ പറഞ്ഞ് തേരിലേറി രാമാശ്രമത്തിലേക്ക് പോയി. താനീ തങ്കനിറവും വെള്ളപ്പുള്ളികളുമാർന്ന ഒരു പൊന്മാനായി ചമഞ്ഞു. രത്നശൃംഗോ മണിഘുരോ നീലരത്നവിലോചന വിദ്യുത് പ്രഭോ വിമുഗ്ധാസ്യോ വിചചാര വനാന്തരേ രാമാശ്രമപദസ്യാന്തേ സീതാ ദൃഷ്ടിപഥേ ചരൻ. രത്നക്കൊമ്പും മണിക്കുളമ്പും നീല കല്ലൊളിമിഴികളും മിന്നൽക്കാന്തിയുള്ള മോഹനമുഖവും ആ പൊന്മാൻ രാമാശ്രമത്തിനരികെ സീതയുടെ കൺമുമ്പിൽ വനാന്തരത്തിലൂടെ വിഹരിച്ചു. ക്ഷണം ജദാവത്യവതിഷ്ഠതേ ക്ഷണം സമീപമാഗത്യ പുനർഭയാവൃത ഏവം സമായാമൃഗവേഷരൂപദൃക് ചചാര സീതാം പരിമോഹയൻ ഖല. ക്ഷണം ഓടും, പിന്നെ നിൽക്കും, അരികിലണഞ്ഞ് വീണ്ടും വിരണ്ടോടും. ഇങ്ങനെ മായാമൃഗരൂപം പൂണ്ട ആ ഖലൻ സീതയെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് ചാഞ്ചാടി. ഓം ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡേ ഷഷ്ടസർഗഃ. അഥ സപ്തമസർഗഃ. മാരീചവധം, സീതാഹരണം. ശ്രീമഹാദേവ ഉവാച അത രാമോപി തത്സർവം ജ്ഞാത്വാ രാവണചേഷ്ടിതം ഉവാച സീതാം ഏകാന്തേ ശൃണു ജാനകീമേവ ച. രാവണോ ഭിക്ഷുരൂപേണാഗമിത്യതീതേന്ത്യകം ത്വം തു ഛായാം ത്വതാകാരം സ്ഥാപയിത്വോ അടജേ വിശ. അഗ്നാവദൃശ്യരൂപേണ വർഷം ദിഷ്ടമമാജ്ഞയാ രാവണസ്യ വധാന്തേ മാം പൂർവവത് പ്രാപ്സ്യസേ ശുഭേ. മഹാദേവൻ പറഞ്ഞു, രാമൻ രാവണന്റെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി സീതയോട് ഏകാന്തതയിൽ ചില വാക്കുകൾ പറഞ്ഞു. ജാനകി, രാവണൻ ഭിക്ഷുവേഷത്തിൽ നിന്റെ അരികിൽ വരും. നീ നിനക്ക് തുല്യാകാരമായ പ്രതിരൂപം ആശ്രമത്തിൽ നിർത്തിയിട്ട് അദൃശ്യരൂപത്തിൽ അഗ്നിയിൽ പ്രവേശിക്കണം. എൻ്റെ ആജ്ഞാനുസരണം ഒരു കൊല്ലം അവിടെ കഴിയുക. രാവണവധത്തിന് ശേഷം പഴയതുപോലെ എന്നോട് ചേരാം. ശ്രുത്വാ രാമോദിതം വാക്യം സാപി തത്ര തഥാ അകരോത് മായാസീതാം ബഹിസ്ഥാപ്യ സ്വയം അന്തർധതേ അനലേ. രാമൻ ചൊന്ന വാക്കുകൾ കേട്ട് സീത അവിടെ അതുപോലെ ചെയ്തു. മായാസീതയെ വെളിയിലാക്കി സ്വയം അഗ്നിയിൽ മറഞ്ഞിരുന്നു. മായാസീതാ തഥാ പശ്യൻ മൃഗം മായാവിനിർമ്മിതം ഹസന്തി രാമാഭ്യേത്യ പ്രൗവാച വിനയാണ്ണിത. പശ്യ രാമമൃഗം ചിത്രം കാനനം രത്നഭൂഷിതം വിചിത്രബിന്ദുവിർയുക്തം ചരന്തം അകുതോ ഭയം ബദ്വാദേഹി മമ ക്രീഡാമൃഗോ ഭവതു സുന്തര. തഥേതിതനുരാധായ ഗച്ഛൻ ലക്ഷ്മണമബ്രവീത് രക്ഷത്വമതിയജ്ഞേന സീതാം മത്പ്രാണവല്ലഭാം മായിന സന്ധി വിപിനേ രാക്ഷസാ ഘോരദർശന അതോ അത്രാവഹിത സാധ്യം രക്ഷ സീതാമനിന്ദിതാം. മായാസീത ആ സമയത്ത് മായാവിരചിതമായ പൊന്മാനിനെ കണ്ടു.
പുഞ്ചിരി തൂകി രാമൻ്റെ അടുത്ത് ചെന്ന് വിനയപൂർവ്വം പറഞ്ഞു, അല്ലയോ രാമ, വിചിത്രവും രത്നഭൂഷിതവും അത്ഭുതകരവുമായ സ്വർണ്ണമാന്യം നോക്കൂ. ഭംഗിയുള്ള പുള്ളി പേടിക്കാതെ നടക്കുന്നു. അതിനെ എനിക്ക് ബന്ധിച്ചു തരണം. അത് എൻ്റെ അരുമ ക്രീഡാമൃഗമാകട്ടെ. അങ്ങനെയെന്ന് പറഞ്ഞ് വില്ലുമേന്തി രാമൻ പുറപ്പെടുമ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, എൻ്റെ പ്രാണനാഥയായ സീതയെ നീ രക്ഷിക്കുക. ഈ വനത്തിൽ ഘോരരൂപികളും മായാവികളുമായ രാക്ഷസരുണ്ട്. സീതയെ നീ സശ്രദ്ധം നോക്കുക. ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, ദേവാ, ഇവൻ മാനിൻ്റെ രൂപം ധരിച്ച മാരീചനാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത്തരത്തിൽപ്പെട്ടതായ മാൻ ഇവിടെ ഉണ്ട്. ശ്രീരാമ ഉവാച യതി മാരീചയേവായം ദദാഹന്മിന സംശയ മൃഗശ്ചേദാനയിഷ്യാമി സീതാവിശ്രം ഗമിഷ്യാമി മൃഗം ബദ്ധ്വാ ധ്യാനയിഷ്യാമി സത്വര ത്വം പ്രയത്നേന സന്തിഷ്ട സീതാ സംരക്ഷണോദ്യത. ശ്രീരാമൻ പറഞ്ഞു, ഇവൻ മാരീചൻ തന്നെയെങ്കിൽ കൊല്ലും, തീർച്ചയായിട്ടും. മൃഗമാണെങ്കിൽ സീതയ്ക്ക് വിനോദിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാം. ഞാൻ പോവുകയാണ്. മാനിനെ ബന്ധിച്ചു കൊണ്ടുവരും. നീ സീതയെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിച്ച് നിൽക്കൂ. ഇത്യുക്താ പ്രയയൗ രാമോ മായാമൃഗമനുദ്രുത മായായദാശ്രയ ലോകമോഹിനി ജഗദാകൃതി നിർവികാരച്ചിദാത്മാപി പൂർണ്ണോ അഭിമൃഗമന്വഗാത് ഭക്താനുകമ്പി ഭഗവാൻ ഇതി സത്യം വജോ ഹരി കർത്തും സീതാപ്രിയാർത്ഥായ ജാനന്നഭിമൃഗം യയൗ അന്യഥാ പൂർണ്ണകാമസ്യ രാമസ്യ വിദിതാത്മനഃ മൃഗേണ വാ സ്ത്രീയാ വാപി കിം കാര്യം പരമാത്മന. ജഗന്മോഹിനിയും വിശ്വരൂപിണിയുമായ മായ ആരെ ആശ്രയിക്കുന്നുവോ ആ രാമൻ ഇങ്ങനെ പറഞ്ഞിട്ട് മൃഗത്തിൻ്റെ പിറകെ പോയി. ചൈതന്യരൂപനും നിർവികാരനും പരിപൂർണനും എങ്കിലും മാനിൻ്റെ പിമ്പേ പോയി. ഭഗവാൻ ഹരി ഭക്തരിൽ കനിവുള്ളവനാണ് എന്ന വചനം സത്യമാക്കാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സീതയുടെ പ്രീതിക്കായി മാനിനെ പിന്തുടർന്നത്. അല്ലാത്തപക്ഷം ആത്മജ്ഞാനിയും പൂർണ്ണകാമനും പരമാത്മാവുമായ രാമന് മൃഗത്താലോ നാരിയാലോ കാര്യമെന്ത്? കദാചിത് ദൃശ്യതേഭ്യാശേക്ഷണം ധാവതി ലീയതേ ദൃശ്യതേ ച തതോ ദൂരാത് ഏവം രാമം അപാഹരത് തതോ രാമോപി വിജ്ഞായ രാക്ഷസോ അയം ഇതി സ്ഫുടം വിവ്യാധശരമാദായ രാക്ഷസം മൃഗരൂപിണം പപാത രുദ്രാക്താസ്യോ മാരീച പൂർവരൂപദൃക്. ചിലപ്പോൾ അരികെ കാണാം, ക്ഷണത്തിൽ ഓടുന്നു, മറയുന്നു, ഇങ്ങനെ അകലെ കാണാറാകുന്നു. ഇങ്ങനെ രാമനെ അകറ്റി രാമനും ഇത് രാക്ഷസനെന്ന് സ്പഷ്ടമായി അറിഞ്ഞ് ശരമെടുത്ത് മൃഗരൂപിയായ രാക്ഷസനെ എയ്തു. വായിലൂടെ ചോര ഒലിപ്പിച്ച് മാരീചൻ തൻ്റെ യഥാർത്ഥ രൂപം പൂണ്ട് നിലത്തു വീണു. ഹാ ഹതോസ്മി മഹാബാഹോ ത്രാഹി ലക്ഷ്മണമാം ദ്രുതം ഇതുക്ത്വാ രാമവദ്വാച പപാത രുധിരാശന. അല്ലയോ മഹാബാഹുവായ ലക്ഷ്മണ, ഞാനിതാ കൊല്ലപ്പെടുകയായി, എന്നെ വേഗം രക്ഷിച്ചാലും. ഇങ്ങനെ രാമൻ്റെ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ രാക്ഷസൻ വീണു. എന്നാമജ്ഞോ വിമരണേ സ്മൃത്വാ തത്സാമ്യം ആപ്നുയാത് കിമുദാഗ്രേ ഹരിം പശ്യം സ്തേനൈവ നിഹതോ അസുരഃ. മരിക്കാൻ തുടങ്ങുമ്പോൾ ആരുടെ നാമമാണോ സ്മരിച്ച് അജ്ഞൻ പോലും ആ സാമ്യം ആർജിക്കുന്നുവോ അദ്ദേഹത്താൽ തന്നെ ഹതനും മുമ്പിൽ ഹരിയെ കണ്ടവനുമായ അസുരന് പിന്നെ എന്തിനാണ് ശോകം? തദ്ദേഹാദുദ്ധിതം തേജ സർവലോകസ്യ പശ്യത രാമമേവാവിശദ്ദേവ വിസ്മയം പരമം യയൂ. അവൻ്റെ ഉടലിൽ നിന്നുയർന്ന തേജസ് എല്ലാ ലോകവും കാണെ രാമനിൽ തന്നെ പ്രവേശിച്ചു. ദേവന്മാർ അതിവിസ്മയം പേര്. കിം കർമ്മ കൃത്വാ കിം പ്രാപ്ത പാതകീ മുനിഹിംസക അഥവാരഗവസ്യായം മഹിമാനാത്ര സംശയ. പാപിയായ ആ മുനിഹിംസകൻ ഭഗവാന്റെ മഹിമ കൊണ്ട് മുക്തി നേടി. രാമബാണേന സംവിദ്ധ പൂർവം രാമമനുസ്മരൻ
ഭയാത് സർവം പരിത്യജ്യ ഗൃഹവിത്താദികം ചയത് ഹൃദിരാമം സദാ ധ്യാത്വാ നിർദൂതാശേഷകൽമഷഃ അന്തേ രാമേണ നിഹത പശ്യൻ രാമ അവാപസഃ. രാമബാണത്താൽ മുറിവേറ്റ അവൻ നേരത്തെ എല്ലാം വെടിഞ്ഞ് രാമനെ തന്നെ സ്മരിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. മനസ്സിലെപ്പോഴും രാമനെ ധ്യാനിച്ച് പാപങ്ങളെല്ലാം പോക്കിയ അവൻ ഒടുക്കം രാമനാൽ വധിക്കപ്പെട്ട് രാമനെ ദർശിച്ചുകൊണ്ട് രാമനിൽ ലയിക്കുകയും ചെയ്തു. ദ്വിജോ വാ രാക്ഷസോ വാപി വാപീ വാ ധാർമ്മികോ അഭിവാ ത്യജൻ കളേബരം രാമം സ്മൃത്വായാതി പരം പദം. ബ്രാഹ്മണനോ രാക്ഷസനോ പാപിയോ ധർമ്മിഷ്ഠനോ ആരായാലും രാമനെ സ്മരിച്ച ദേഹം വെടിഞ്ഞാൽ അവൻ മോക്ഷം പ്രാപിക്കും എന്നതിൽ സംശയമില്ല. ഇതിതേ അന്യോന്യമാഭാഷ്യ തതോ ദേവാദിവം യയു രാമസ്തച്ചിന്തയാമാസ പ്രിയമാണോ അസുരാധമ. ഹാ ലക്ഷ്മണേതി മദ്വാക്യം അനുകുർവൻ മമാരക്കിം ശ്രുത്വാ മദ്വാക്യസദൃശം വാക്യം സീതാപി കിം ഭവേത്. ഇങ്ങനെ ദേവന്മാർ പരസ്പരം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. രാമൻ പെട്ടെന്ന് ചിന്തിച്ചു, ആ അസുരാധമൻ ഹാ ലക്ഷ്മണ എന്ന് എൻ്റെ വാക്കുകളെ, എൻ്റെ ശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ടാണല്ലോ മരണമടഞ്ഞത്. എൻ്റെ മൊഴിക്ക് തുല്യമായ വാക്ക് കേട്ടാൽ സീത എന്താവും ധരിക്കുക. ഇത് ചിന്താപരീതാത്മാ രാമോ ദൂരാന്യവർത്തത സീതാ തദ്ഭാഷിതം ശ്രുത്വാ മാരീചസ്യ ദുരാത്മനഃ ഭീതാദിദുഃഖസംവിഘ്ന ലക്ഷ്മണം ദ്വിതമബ്രവീത് ഗച്ഛ ലക്ഷ്മണ വേഗേന ഭ്രാതാതേ അസുരപീഡിതഃ. ഇങ്ങനെ ചിന്തിച്ച് ആകുലമനസ്കനായ രാമൻ പെട്ടെന്ന് മടങ്ങി. ദുരാത്മാവായ മാരീചൻ്റെ ആ വാക്കുകൾ കേട്ട് അതിയായ ദുഃഖത്താൽ ആമഗ്നയായി ഭയന്നുപോയി സീത. ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, വേഗം ചെല്ലൂ, നിന്റെ ജ്യേഷ്ഠൻ അസുരന്മാരാൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഹാ ലക്ഷ്മണേതി വചനം ഭ്രാതസ്തേന ശൃണോഷി കിം താമാഹ ലക്ഷ്മണോ ദേവി രാമവാക്യം നതദ്ഭവേത്. ഹാ ലക്ഷ്മണ എന്ന സഹോദരവചനം കേൾക്കുന്നില്ലേ? ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ദേവി, അത് രാമവാക്യം ആയിരിക്കില്ല. യഗച്ഛിദ്രാക്ഷസോ ദേവി മ്രിയമാണോ അബ്രവീദ്വജ രാമസ്ത്രൈലോക്യമവിയ ക്രുദ്ധോ നാശേത് ക്ഷണാത് സകഥം ദീനവചനം ഭാഷതേ അമരപൂജിതഃ ക്രുദ്ധാ ലക്ഷ്മണമാലോക്യ സീതാ ബാഷ്പവിലോചന. പ്രാഹ ലക്ഷ്മണ ദുർബുദ്ധേ ഭ്രാതുർവ്യസനമിച്ഛസി പ്രേഷിതോ ഭരതന്നൈവ രാമനാശാഭികാംക്ഷിണ. വധിക്കപ്പെട്ട ഏതോ രാക്ഷസൻ പറഞ്ഞ വാക്കാകാം അത്. കോപം കൊണ്ട് രാമൻ ഈ 3 ലോകവും ക്ഷണത്താൽ നശിപ്പിക്കും. ദേവപൂജിതനായ അദ്ദേഹം ദീനവചനം എങ്ങനെ ഉതിർക്കും? കുപിതയും കണ്ണീർ വാർക്കുന്ന മിഴികളുമുള്ളവളുമായ സീത ലക്ഷ്മണൻ നോക്കി ആക്രോശിച്ചു. ദുഷ്ടബുദ്ധിയായ ലക്ഷ്മണ, നീ സഹോദരനാശം ആഗ്രഹിക്കുകയാണ്. രാമൻ്റെ നാശം കൊതിക്കുന്ന ഭരതനാൽ ഐക്യപ്പെട്ടവനാണ് നീ. മാം നേതുമാഗതോസിത്വം രാമനാശ ഉപസ്ഥിതേ ന പ്രാപ്സ്യസേ ത്വം മാമാദ്യ പശ്യ പ്രാണാം ത്യയാമ്യഹം ന ജാനാദീദൃശം രാമം ത്വാം ഭാര്യാഹരണോദ്യതം രാമാത് അന്യം ന സ്പൃശാമി ത്വാം വാ ഭരതമേവ വാ ഇത്യുക്ത്വാ വധ്യമാനാ സാ സ്വബാഹുഭ്യാം രുരോധഃ തച്ഛ്രുത്വാ ലക്ഷ്മണ കർണൗ പിധായാതീവ ദുഃഖിതഃ. രാമന് നാശം വന്നാൽ എന്നെ കൊണ്ടുപോകാൻ വന്നവനാണ് നീ. നിനക്കെന്നെ കിട്ടില്ല. കണ്ടോളൂ, ഞാൻ ഇന്ന് തന്നെ ജീവൻ വെടിയുന്നതാണ്. ഭാര്യയെ അപഹരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരനെന്ന് നിന്നെപ്പറ്റി രാമൻ അറിഞ്ഞുകൂടാ. രാമനെ ഒഴിച്ച് മറ്റൊരുത്തരെയും ഞാൻ സ്പർശിക്കുക പോലുമില്ല, നിന്നെയാകട്ടെ ഭരതനെയാകട്ടെ. ഇങ്ങനെ ചൊല്ലിയിട്ട് സ്വന്തം കൈകളാൽ മാറത്തടിച്ച് മുറവിളി കൂട്ടി. അത് കേട്ട് അതീവ ദുഃഖിതനായ ലക്ഷ്മണൻ ചെവി പൊത്തി. മാം ഏവം ഭാഷസേ ചണ്ഡി ദിക്ത്വാം നാശമുപയിഷ്യസി ഇത്യുക്ത്വാ വനദേവീഭ്യ സമർപ്യ ജനകാത്മജാം യയോ ദുഃഖാതിസംവിഘ്നോ രാമം ഏവ ശനൈ ശനൈ
തതോ അന്തരം സമാലോക്യ രാവണോ ഭിക്ഷുവേഷദൃക് സീതാസമീപം അഗമത് സ്വരദണ്ഡകമണ്ഡലു സീതാതം അവലോക്യാശു നത്വാ സംപൂജ്യ ഭക്തിതഃ കന്ദമൂലഫലാദീനി ദത്വാ സ്വാഗതമബ്രവീത് മുനേ ഭുങ്ക്ഷ്വാ ഫലാദീനി വിശ്രമസ്വ യഥാ സുഖം. ഇങ്ങനെ മാറത്തടിച്ച് സീത നിലവിളിക്കുമ്പോൾ അതീവ ദുഃഖിതനായ ലക്ഷ്മണൻ ചെവിപൊത്തി പറഞ്ഞു, ഭയങ്കരി, നീ എന്നോട് ഇങ്ങനെ പറയുന്നല്ലോ, കഷ്ടം, നിനക്ക് നാശം വരാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് ജനകജയെ വനദേവതമാർക്ക് സമർപ്പണം ചെയ്ത ശേഷം ദുഃഖത്താൽ മുഴുകിയ ലക്ഷ്മണൻ പതുക്കെ രാമൻ്റെ അടുത്തേക്ക് നടന്നു. ഭിക്ഷുവേഷം പൂണ്ട് തിളങ്ങുന്ന യോഗദണ്ഡും ജലപാത്രവുമേന്തിയ രാവണൻ അപ്പോഴേക്കും തക്കം നോക്കി സീതയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അവനെ കണ്ടപ്പോൾ സീത പെട്ടെന്ന് വണങ്ങിയിട്ട് ഭക്തിപൂർവ്വം പൂജിച്ച് കനികളും കിഴങ്ങുകളെല്ലാം നൽകി സ്വാഗതം ആശംസിച്ചു. പിന്നെ പഴങ്ങളും മറ്റും ഭുജിച്ചാലും സസുഖം വിശ്രമിച്ചാലും ഇദാനീം ഏവമേ ഭർത്താ ആഗമിഷ്യതി തേ പ്രിയം കരിഷ്യതി വിശേഷേണ തിഷ്ടത്വം യതി രോചതേ. ഉടൻ തന്നെ എൻ്റെ ഭർത്താവ് വന്നുചേരും, അങ്ങേക്ക് പ്രിയമാചരിക്കും, താല്പര്യമുണ്ടെങ്കിൽ അവിടുന്ന് ഇരുന്നാലും. ഭിക്ഷു ഉവാച കാത്വം കമലപത്രാക്ഷി കോവാ ഭർത്താ തവാ അനഘേ കിമർത്ഥമത്ര ദേ വാസോ വനേ രാക്ഷസസേവിതേ ബ്രൂഹി ഭദ്രേ തതഃസർവം സ്വവൃത്താന്തം നിവേദയേ. ഭിക്ഷു പറഞ്ഞു, അതീവ സുന്ദരിയായ നീ ആരാണ്? ആരാണ് നിന്റെ ഭർത്താവ്? അല്ലയോ സുന്ദരി, രാക്ഷസർ തിങ്ങിയതായ ഈ കാട്ടിൽ നിന്റെ വാസം എന്തിനാണ്? ഭദ്രേ പറയൂ, അതിനുശേഷം എൻ്റെ വൃത്താന്തമെല്ലാം അറിയിക്കാം. സീത പറഞ്ഞു, സീത ഉവാച അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥോ മഹാൻ തസ്യ ജ്യേഷ്ഠസുതോ രാമ സർവലക്ഷണലക്ഷിതഃ തസ്യാഹം ധർമ്മദ പത്നി സീതാ ജനകനന്ദിനി തസ്യ ഭ്രാതാകനീയാം ച ലക്ഷ്മണോ ഭ്രാതൃവത്സല പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകേ വസ്തുമാഗത ചതുർദശ സമാസ്ത്വാം തോ ജ്ഞാതുമിച്ഛാമി മേ വദ. സീത പറഞ്ഞു, അയോധ്യാധിപതിയും ഐശ്വര്യശാലിയും മഹാത്മാവുമായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രരിൽ മൂത്തയാളാണ് ശ്രീരാമൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാണ് ജനകപുത്രിയായ സീത. രാമൻ്റെ അനുജനാണ് ഭ്രാതൃവത്സലനായ ലക്ഷ്മണൻ. അച്ഛൻ്റെ കൽപ്പന മുൻനിർത്തി 14 കൊല്ലം ദണ്ഡകവനത്തിൽ പാർക്കാൻ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങ് ആരാണ് എന്നെന്നോട് പറഞ്ഞാലും. ഭിക്ഷുവാച പൗലസ്ത്യതനയോഹം തു രാവണോ രാക്ഷസാധിപ ത്വത്കാമപരിതപ്തോഹം ത്വാം നേതും പുരമാഗത മുനിവേഷേണ രാമേണ കിം കരിഷ്യസി മാം ഭജ ഭുങ്ക്ഷഭോഗാൻ മയാ സാർദ്ധം ത്യജ ദുഃഖം വനോദ്ഭവം. ഞാൻ പൗലസ്ത്യപുത്രനും രാക്ഷസാധിപനുമായ രാവണനാണ്. നിന്നെ കാമിച്ച് സന്താപം പൂണ്ട ഞാനിവിടെ വന്നിരിക്കുകയാണ് നിന്നെ രാജധാനിയിലേക്ക് കൊണ്ടുപോകാൻ. മുനിവേഷക്കാരനായ രാമനെ കൊണ്ട് നിനക്കെന്ത് ഫലം? നീ എന്നോടുകൂടി പോരൂ, ഈ കാട്ടിലെ ക്ലേശങ്ങളെല്ലാം നിനക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശ്രുത്വാ തദ്വചനം സീതാ ഭീതാ കിഞ്ചിതുവാചത്തം യദ്യേവം ഭാഷസേ മാം ത്വം നാശമേഷ്യസി രാഘവാത് ആഗമിഷ്യതി രാമോ വീക്ഷണം തിഷ്ടസഖാനുജ മാം കോ ദർശയിതും ശക്തോ ഹരേർഭാര്യാം ശശോ യഥാ രാമബാണൈർവിഭിന്നസ്ത്വം പതിഷ്യസി മഹീതലേ ഇതി സീതാവാച ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിതഃ. അവൻ്റെ വാക്കുകൾ കേട്ട് നടുങ്ങിയ സീത അവനോട് പറഞ്ഞു, ഈ വിധം എന്നോട് സംസാരിച്ചാൽ നീ രാമൻ്റെ കൈയാൽ നാശമടയും. അനുജനോടൊപ്പം രാമൻ ഇപ്പോൾ ഇവിടെ വരും. സിംഹത്തിൻ്റെ ഭാര്യയെ മുയലെന്ന പോലെ വിഷ്ണുഭക്തിയായ എന്നെ കയ്യേറ്റം ചെയ്യാൻ നിനക്ക് കഴിയില്ല. രാമശരങ്ങളാൽ ശകലിതനായി നീ മണ്ണിൽ വീണുരുളും. സീതയുടെ വാക്ക് കേട്ട് രാവണൻ കോപാക്രാന്തനായി. സ്വരൂപം ദർശയാമാസ മഹാപർവതസന്നിഭം
ദശാസ്യം വിംശതിഭുജം കാലമേകസമദ്യുതിം തദ്ദൃഷ്ട്വാ വനദേവ്യാശ്ച ഭൂതാനി ച വിദത്രസു തതോ വിദാര്യധരണിം നഹൈരുദ്ധൃത്യ ബാഹുഭിഃ തോലയിത്വാ രഥേ ക്ഷിപ്ത്വാ യയൗ ക്ഷിപ്രം വിഹായ സ. സീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ കോപാക്രാന്തനായി. 10 തലയും 20 കൈകളും കാർമേകസമമായ നിറവും മഹാമലയ്ക്ക് തുല്യവുമായ അവൻ്റെ രൂപത്തെ അവൻ വെളിപ്പെടുത്തി. അതുകണ്ട് വനദേവതമാരും ഭൂതഗണങ്ങളും നടുങ്ങി. പിന്നെ നഖങ്ങളാൽ ഭൂതലം പിളർന്ന് അവളെ കൈകളാൽ പൊക്കി തൂക്കി തേരിൽ കയറ്റിയിട്ട് വളരെ വേഗം ആകാശമാർഗത്തിലൂടെ സ്ഥലം വിട്ടു. ഹാ രാമ ഹാ ലക്ഷ്മണേതിരുദതീ ജനകാത്മജ ഭയോദ്വിഗ്നമനാധീനാ പശ്യന്തി ഭുവം ഏവ സാ ശ്രുത്വാ തത്ക്രന്ദിതം ദീനം സീതായാ പക്ഷിസത്തമഃ ജടായുരുദ്ധിതശിഖ്രം നഗാഗ്രാത്തീഷ്ണതുണ്ടക തിഷ്ഠതിഷ്ഠേതി തം പ്രാഹ കോ ഗച്ഛതി മമാഗ്രത ഉഷീത്വാ ലോകനാഥസ്യ ഭാര്യാം ശൂന്യാദ് അനാലയാത് ശുനഗോ മന്ത്രഭൂതം ത്വം പുരോടാശം ഇവ അധ്വരേ. ഹാ രാമ ഹാ ലക്ഷ്മണ എന്ന് പേടിച്ച മനസ്സോടെ സീത നിലവിളിക്കാൻ തുടങ്ങി. സീതയുടെ ദീനരോധനം കേട്ട് കൂർത്ത നഖമുള്ള പക്ഷിരാജനായ ജഡായു പർവ്വതാഗ്രത്തിൽ നിന്ന് പെട്ടെന്ന് പറന്നുയർന്ന് നിക്ക് നിക്ക് നിക്ക്, യാഗത്തിൽ മന്ത്രത്താൽ പരിഭൂതമായ ഹവിസ് പട്ടി കൊണ്ടുപോകുന്ന പോലെ ശൂന്യമായ വനാശ്രമത്തിൽ നിന്ന് ലോകനാഥന്റെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. നിക്ക്, ആരാണ് നീ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡായു രാവണനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതുക്ത്വാ തീഷ്ണതുണ്ഡേന ചൂർണയാമാസ തദ്രഥം വാഹാൻ വിവേദപാദാഭ്യാം ചൂർണയാമാസ തദ്ധനു. അങ്ങനെ മൂർച്ചയേറിയ കൊക്കിന്റെ അഗ്രം കൊണ്ട് തേർ പൊടിയാക്കി, കാലുകളാൽ കുതിരകളെ കീറിയിട്ടു, അവന്റെ വില്ലും കഷണമാക്കി. തദസീതാം പരിത്യജ്യ രാവണ ഖഡ്ഗമാദദേ ചിച്ഛേദപക്ഷൗ സാമർഷ പക്ഷിരാജസ്യ ധീമത. സീതയെ വിട്ട് രാവണൻ വാളെടുത്ത് അമർഷത്തോടെ ആ പക്ഷിരാജന്റെ ചിറകുകൾ വെട്ടി. പപാത കിഞ്ചിച്ഛേഷേണ പ്രാണേന ഭൂവി പക്ഷിരാട് പുനരന്യരഥേനാശു സീതാമാദായ രാവണ ക്രോശന്തി രാമ രാമേതി ത്രാതാരം നാദിഗച്ഛതി. ഹാ രാമ ഹാ ജഗന്നാഥ മാം ന പശ്യസി ദുഃഖിതാം രാക്ഷസാണീയമാനാം സ്വാം ഭാര്യാം മോചയ രാഘവ. ഹാ ലക്ഷ്മണ മഹാഭാഗ ത്രാഹി മാം മാപരാധിനം വാക്ശരേണ ഹതസ്ത്വം മേ ക്ഷന്തുമർഹസി ദേവര. ഇത്യേവം ക്രോശമാനാം താം രാമാഗമനശങ്കയാ ജഗാമ വായുവേഗേന സീതാം ആദായ സത്വര. ജീവനോടെ പക്ഷിരാജൻ നിലംപതിച്ചു. സീതയെ മറ്റൊരു തേരിലേറ്റ് രാവണൻ പെട്ടെന്ന് പോയി. രക്ഷകനെ കാണാതെ രാമാ രാമാ എന്ന് വിളിച്ചു കരയുന്ന എന്നെ അങ്ങ് കാണുന്നില്ലേ രാഘവ? രാക്ഷസൻ കൊണ്ടുപോകുന്ന അവിടുത്തെ ഭാര്യയെ മോചിപ്പിക്കണേ. പൂജ്യനായ ലക്ഷ്മണ, കുറ്റക്കാരിയായ എന്നെ രക്ഷിച്ചാലും എൻ്റെ വാക്ശരത്താൽ മുറിവേറ്റവനാണ് നീ. അല്ലയോ അനുജ, നീ ക്ഷമിക്കൂ. ഈ വിധം കരയുന്ന ആ സീതയെ കൈക്കലാക്കിയ രാമൻ പെട്ടെന്ന് വരുമെന്ന ഭീതിയാൽ വായുവേഗത്തിൽ പോയി. വികായസാ നീയമാനാ സീതാ പശ്യതോമുഖി പർവ്വതാഗ്രേ സ്ഥിതാൻ പഞ്ചവാനരാൻ വാരിജാനാനാ ഉത്തരീയാർദ്ധഖണ്ഡേന വിമുച്യ ആഭരണാധികം ബദ്ധ്വാ ചിക്ഷേപരാമായ കഥയന്തി പർവ്വതേ. തഥാ സമുദ്രലംഘ്യ ലങ്കാം ഗത്വാ സ രാവണ സ്വാന്തഃപുരേ രഹസ്യേതാം അശോകവിപിനെ അക്ഷിപത് രാക്ഷസീ വിപരിവൃത്യാം മാതൃബുദ്ധ്യാനുപാലയത്. ആകാശത്തിലൂടെ പോകുമ്പോൾ താഴേക്ക് നോക്കിയ സീത ഗിരിശിഖരത്തിലിരിക്കുന്ന 5 വാനരന്മാരെ കണ്ടു. ആഭരണാദികൾ അഴിച്ച് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് രാമന് കാര്യം വെളിപ്പെടുത്തട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പർവ്വതത്തിലേക്ക് ഇട്ടു. അതിനുശേഷം രാവണൻ കടൽ കടന്ന് ലങ്കയിലെത്തിയിട്ട് സീതയെ തൻ്റെ അന്തഃപുരത്തിലെ ഏകാന്തമായ അശോകവനത്തിലാക്കി. സീതയെ പരിപാലിക്കാൻ
രാക്ഷസിമാരെ ചുമതലപ്പെടുത്തി. അവർ മാതൃഭാവേന സീതയെ പരിപാലിച്ചു. കൃശാദിദീനാ പരികർമ്മവർജിത ദുഃഖേന ശിഷ്യാദ് വദനാദിവിഹ്വല ഹാ രാമ രാമേതി വിലപ്യമാന സീതാസ്ഥിത രാക്ഷസവൃന്ദമധ്യേ. മെലിഞ്ഞ് അതീവ ദുഃഖിതയായി ദേഹസംസ്കരണമെല്ലാം വെടിഞ്ഞ് ദുഃഖത്താൽ അധോമുഖിയായി നടുങ്ങി ഹാ രാമ രാമ എന്ന് വിലപിച്ചുകൊണ്ട് സീത രാക്ഷസ സ്ത്രീകളുടെ ഇടയിൽ കഴിഞ്ഞു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അരണ്യകാണ്ഡേ സപ്തമസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.